opportunity to participate in this Puppet's House VBS. I'm really enjoying this lovely VBS. Very nice songs, stories, and activities. I wish all my friends more lovely VBS ahead. May God bless all. Hello friends, my name is Joshua. I like Poppy's House VBS very much. I enjoy a lot. I'm happy to get second position last week. Thank you. Bye. Hi Uncle. എൻ്റെ പേര് ഓസ്റ്റിൻ ജോസഫ്. എനിക്ക് ഈ പ്രോഗ്രാം ഒത്തിരി ഇഷ്ടമാണ്. പാട്ടുകളും കഥകളും ചിത്രങ്ങളും എന്നെ ഒത്തിരി ആകർഷിച്ചത്. ഇതൊരു നല്ലൊരു പ്രോഗ്രാമാണ്. ഞാൻ BBS പ്രോഗ്രാമിനെ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് BBS. എൻ്റെ അങ്കിളിനും ടീമിൻ്റെയും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആദവനാനുവൽക്ക. എനിക്ക് പോപ്പീസ് ഹൗസിൻ്റെ TVs ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് അങ്കിളും ആദ്യം ഇടയ്ക്ക് അച്ഛനും ലോണയും പഠിപ്പിച്ചിരുന്ന കഥയും വാക്യവും ഡാൻസും പാട്ടും ഫോണിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കും. വാക്യവും കഥയും മമ്മി എനിക്ക് ഒന്നുകൂടെ പഠിപ്പിച്ചു തരും. എനിക്ക് അങ്കിളോട് പങ്കെടുക്കുന്ന അങ്കിൾ പറഞ്ഞ ടാസ്ക് എല്ലാം ഞാൻ ചെയ്യും. എന്ന് തൂക്കും പാട്ടൊക്കാവും. എന്നാ കളടിക്കും, ബോട്ടുണ്ടാക്കും, ഞാൻ വീടുണ്ടാക്കും, കപ്പൽ ബോട്ടുണ്ടാക്കും. എനിക്ക് സത്യം ഇഷ്ടമാണ്. താങ്ക് യു. ബൈ ബൈ. ഹായ് കൂട്ടുകാരെ, ഞാൻ സ്നേഹ. ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നേരെ BBSൽ വരും. എന്നിട്ട് ഒത്തിരി കഥകളും വാക്യങ്ങളും റോണിന്റെ വാക്യങ്ങളും വിദോഷങ്ങളുടെ നല്ല എക്സ്പ്രഷൻ ഇട്ടുള്ള കഥകളൊക്കെ കേൾക്കും. അപ്പൊ തന്നെ ഞാൻ വാക്യങ്ങളൊക്കെ പഠിച്ചിട്ട് അപ്പൊ തന്നെ ഞാൻ സെൻഡ് ചെയ്യും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ VBS. അമ്മമാരെ ഹെൽപ്പ് ചെയ്യാനും പിന്നെ വിദോഷങ്ങൾ ഓരോ ടാസ്ക് വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാനും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ബ്രയൻ പാൽ. എൻ്റെ കോട്ടൺസ് ഫേമസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പണ്ട് വാക്കുകൾ ഞാൻ എല്ലാ ദിവസവും പഠിക്കും. ഏത് കാറ്റും പറഞ്ഞതാ ക്ലാപ്സ് എനിക്ക് ഇഷ്ടമായി. എൻ്റെ ഇഷ്ടമുള്ള ക്ലാപ്പ് കൊറോണ ക്ലാപ്പ്. ടാസ്ക് ചെയ്യലും പപ്പയും മമ്മിയും പഠിപ്പിക്കും. ഹായ് കൂട്ടുകാരെ, ഞാൻ എൽവിൻ. എൻ്റെ വീട് മീൻചന്ത. BBS എന്ന ടാസ്കുകൾ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഫാമിലി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BBS യേശു അപ്പനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിച്ചു. അങ്ങളുടെ വീഡിയോ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. നല്ലതാണ്. ടോണിനും ഇഷ്ടമാണ്. പാട്ടുകളും കഥകളും എല്ലാം ഇഷ്ടമാണ്. ഈ BBS ദൈവകൃപയാൽ മുന്നോട്ട് പോട്ടെ. ബൈ.
പോപ്പിൻസ് അങ്കിൾ വിളിച്ചു. എനിക്ക് പ്രൈസും കിട്ടി. ഞാൻ ഹാപ്പിയായി. എനിക്ക് BBS വളരെ ഇഷ്ടമായി. ഞാൻ പാട്ട് പഠിച്ചു. ഞാൻ കഥകൾ പഠിച്ചു. താങ്ക് യു വിദോഷ് അങ്കിൾ. എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് ഇപ്പം കിട്ടിയേക്കുന്നത്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുമല്ല എന്നെ അമ്മ സഹായിക്കാനുമുണ്ട്. ബൈബിളൊക്കെ എന്നെ രാത്രി പഠിപ്പിച്ചിട്ടേ അമ്മ കിടത്തു. വായിക്കാനൊക്കെ ബൈബിൾ വേഴ്സ് ഒക്കെ വായിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മയൊക്കെ. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗെയിമൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. മൂന്നാം സ്ഥാനത്തെത്തിയതിന് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ വീഡിയോസ് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പാട്ടിന്റെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് വിദോസ് സാറിന്റെ ക്ലാസ്സുകളും റോണിയുടെ തമാശകളും ഇഷ്ടമാണ്. ക്ലാപ്പുകളും ആക്ഷൻ സോങ്ങുകളും എല്ലാം ഞങ്ങൾ പഠിച്ചു. ബിഗ് ബോസ് സാറിന്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണ്. എല്ലാം ചെയ്തു. ഇനിയും ഈ വീഡിയോയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. Last day I was attending VBS in a church, but this time due to the lockdown I was worried how to attend the VBS. I learned songs and learned the word of God and take part in activities and games. It is a blessing to me and I am happy about it. I want to thank Vidosh uncle and the Poppins House team for giving me this opportunity. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അബീഷ. എന്റെ പേര് ഏമി. ഞങ്ങൾ ബ്ലൂ ബേർഡ്സിന്റെ ടീമിലാണ്. ഞങ്ങൾക്കാണ് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ബ്ലൂ ബേർഡ്സിൽ. അതിനെല്ലാം കാണാൻ ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതിനെല്ലാം കാണാൻ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. എല്ലാം പറഞ്ഞു തരാനും മനസ്സിലാക്കിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും രാവിലത്തെ മോർണിംഗ് ക്ലാസ്സിക്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മയ്ക്കാണ് ഞങ്ങൾ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുന്നത്. ഞാനും അഭിഷേകാണ് ഒന്നിച്ചിരുന്ന് വേഴ്സസും മെമ്മറി വേഴ്സും എല്ലാം ചെയ്യുന്നത്. വിനോശങ്ങള് പറയുന്ന എല്ലാം കേൾക്കുന്ന ഒന്നിച്ചിരുന്നാണ്. അമ്മ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരും ഈ കഥ എന്തൊക്കെയാണെന്ന്. പിന്നെ വായിട്ടാതെ ഞങ്ങളെ ഒക്കെ പഠിപ്പിക്കൂ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആൻസേഴ്സ് വരുന്നതൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് BBS പോപ്പിൻസ് ഹൗസിൽ ചേർന്നതുകൊണ്ട്. ഞങ്ങൾക്ക് ദൈവത്തിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക്സ്. ഹായ് അങ്കിൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ എല്ലാ വർഷവും ഞങ്ങൾ ഫറോക്ക് CSI ചർച്ചിൽ VBSന് പോകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് VBS ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ഒരു അങ്കിൾ ഞങ്ങൾക്ക് പോപ്പിൻസ് ഹൗസിൻ്റെ ലിങ്ക് അയച്ചു തരുന്നത്. അതിലൂടെ ഞങ്ങൾ കുറേ സന്തോഷിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങൾക്കതൊരു ആശ്രയമായി. അങ്കിൾ തരുന്ന എല്ലാ ടാസ്കുകളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്കിൾ തരുന്ന പാട്ടുകളും കഥകളും എല്ലാം ചെയ്യാറുണ്ട്. വാക്യങ്ങളും ചെയ്യാറുണ്ട്. ഞങ്ങൾ കൂട്ടായ്മയിലൂടെയാണ് ഈ മൂന്നാം സ്ഥാനം പിടിച്ചിരുന്നത്. Hi everyone, my name is Joshua Biju. I'm staying in Bangalore. I thank God for helping me to get first in this VBS Poppins House 2020. I thank Fever Chechi and Vidosh uncle for taking me, for monitoring me and taking me to the straight path in my life. And how I got first in VBS Red Warriors is because I always used to pray to God before I start on anything. Whenever I do not get the answer
of any question, I always used to pray to God. Thank you. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ഷെയ്ൻ. ഞാൻ റെഡ് വാരിയേഴ്സ് ഗ്രൂപ്പിൻ്റെ ടീം മെമ്പറാണ്. ലാസ്റ്റ് വീക്കിൽ എൻ്റെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുത്തതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വിദോഷങ്ങൾ തരുന്ന മോർണിംഗ് ടാസ്കും ഈവനിങ് ടാസ്കും ഫ്രീ ടൈം ആക്ടിവിറ്റിയും ഞാൻ പെൻഡിങ് വെക്കാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ VBS പങ്കെടുക്കുന്നത്. വിദോഷങ്ങളുടെ ക്ലാസ്സിലൂടെ എനിക്ക് യേശുവിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു. വിദോഷങ്ങളുടെ ക്ലാസ്സിലൂടെയും ഗെയിമിലൂടെയും എനിക്ക് പാട്ടുകളും കഥകളും ബൈബിൾ വേഴ്സും പഠിക്കുവാൻ സാധിച്ചു. വിദോഷങ്ങളുടെ പപ്പറ്റ് റോണി പഠിപ്പിക്കുന്ന മെമ്മറി വേഴ്സ് എനിക്ക് എളുപ്പത്തിൽ പറയാൻ സാധിച്ചു. അതോടൊപ്പം ഫേബർ ടീച്ചറുടെ പ്രോത്സാഹനം എന്നെ വളരെയധികം പരിശ്രമിക്കുവാൻ സഹായിച്ചു. ഓൺലൈൻ VBS എന്നും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ഐക്കൺസ് ഓഫ് ദ വീക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്. ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ഗെയിമിനാണ്. നമ്മൾ ഈ തരുന്ന ഇതിൽ നിന്ന് റിവ്യൂ ഗെയിംസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്, അത് നമ്മൾ കേട്ടിട്ട് നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ പഠിച്ചാലും നമുക്ക് നന്നായിട്ട് ഗെയിംസിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടാസ്കുകളൊക്കെ നമ്മളോട് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്തിട്ടാൽ അത്രയും നമ്മുടെ ജോലി കഴിയും. പിന്നെ നമ്മൾ അമ്മമാരെ സഹായിക്കണം. പിന്നെ നമ്മൾ അമ്മമാരെ സഹായിക്കണം. പിന്നെ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ കാണിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ പോയിന്റ് കിട്ടും. അങ്ങനെയാണ് ഞാനൊക്കെ കാണുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുന്നത്. നമ്മൾ ഇനിയിപ്പോൾ 9 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ, ഞാൻ ഇന്ന് 9 മണിക്കല്ല എഴുന്നേൽക്കുന്നത്. കാരണം എൻ്റെ പപ്പയുടെ കൂടെ ഷൂട്ടിനോ അല്ലെങ്കിൽ പോയിൻറ്റ്സൊക്കെ കൂട്ടാൻ ഞാനും കാണും ഒരു 3 o'clock വരെ. അതുകൊണ്ട് ഞാൻ ഇന്ന് 9 മണിക്കല്ല. ഇന്ന് കറക്റ്റ് ഞാൻ ആരും വിളിക്കാതെ 9 മണിക്ക് എഴുന്നേറ്റു. 2-3 ദിവസമൊക്കെ ഞാൻ 9 മണിക്ക് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു ശീലമായി പോകുന്ന പോലെ ഉണ്ട്. ഇന്നലെ 9 മണിക്കല്ല, ഇന്നലെ കുറച്ച് ലേറ്റായി. നാളെ ചിലപ്പോൾ 9 മണിക്കായിരിക്കും, പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ചിലപ്പോൾ റൊട്ടീനായി പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ബൈബിൾ വായിച്ചിട്ട് അതിൻ്റെ സമ്മറി എഴുതണം. ആ സമ്മറി എഴുതുമ്പോൾ തന്നെ നമ്മൾക്ക് അതും റൊട്ടീനായി പോകും. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് അറിയാതെ സമ്മറി എഴുതി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് VBS ഇല്ലാത്തതിന് സങ്കടമില്ലായിരുന്നു. ആദ്യമായിട്ട് ആ VBS ഇല്ലാത്തൊരു അവധി. അപ്പോൾ ആ അവധി VBS ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ പക്ഷേ സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് ഓൺലൈൻ VBS ഉള്ളതുകൊണ്ട് തമ്മിൽ കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പിന്നെ ജ്യൂസും പിന്നെ അതൊന്നും കിട്ടത്തില്ല. പിന്നെ ബാക്കിയെല്ലാം ഉണ്ട്, ആക്ടിവിറ്റീസ് അതെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇതിനകത്ത് ക്ലാസ്സുകൾ പോലില്ലേ, അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് ടാസ്ക് ബിൽഡിംഗ്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഈ വർഷത്തെ പോപ്പിൻസ് VBS പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്കിളിൻ്റെ ക്ലാസ്സും റോണിയുടെ പപ്പറ്റ് ഷോയും ടാസ്കും എല്ലാം എനിക്കിഷ്ടമായി. ഇതിൽ പങ്കെടുക്കുവാൻ എൻ്റെ പേരൻസും അമ്മച്ചിയും എന്നെ സഹായിച്ചു. താങ്ക് യു. ഗുഡ് മോർണിംഗ് അങ്കിൾ, ഞാൻ സുനീത. ഇപ്രാവശ്യത്തെ പോപ്പിൻസ് ഹൗസ് VBSൽ പങ്കെടുക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പള്ളിയില്ലാത്തതിനാൽ VBSൽ പോകാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ ആൻറ്റി പറഞ്ഞത് അങ്കിൾ ഇങ്ങനെ VBS നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് ഈ VBSൽ നിന്ന് പാട്ടുകളും വചനങ്ങളും ഓരോന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. വേദഭാഗം വായിക്കുമ്പോൾ അമ്മയാണ് വേദഭാഗം എഴുതി വായിക്കാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ ക്വിസിന് ഞാൻ പങ്കെടുക്കുന്നത് LSSന് പഠിച്ച ഒരു ബുക്കിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ക്വിസിന് ചെയ്ത് പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് 2ാം സ്ഥാനം കിട്ടി. അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് ഞാൻ അങ്കിൾ പറയുമ്പോൾ ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് അത് ഫ്രീ ആയി
ചെയ്യാറുള്ളത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോസ് പങ്കെടുക്കാൻ പറ്റിയതിന്. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മയുടെ കൂടി അമ്മയുടെ കുടുംബത്തിൻ്റെ കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഗുഡ് ഈവനിങ്. ഈ പോപ്പിൻസ് ഹൗസിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമായിരുന്നു. എന്നാന്ന് വെച്ചാൽ അവിടുത്തെ ചേട്ടനും ചേച്ചിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഈ മോർണിംഗ് ടാസ്കൊക്കെ കിട്ടുമ്പോൾ അമ്മ ഒത്തിരി ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട്. ഇത് ഒത്തിരി ഞങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ കിടത്തിട്ടുള്ളൂ. പിന്നെ ഈ ഗെയിം സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ ഗെയിമിൻ്റെ അകത്ത് അമ്മ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ടില്ലെന്ന് പറയുന്നില്ല, ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എൻജോയ്മെൻറ്റ്സ് ആണെങ്കിൽ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻജോയ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, എൻജോയ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് VPSന് ചേരാൻ പറ്റിയില്ലായിരുന്നു. അപ്പച്ചന് കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആരും കൊണ്ടുപോയി വിടാനില്ലാത്തതുകൊണ്ടാണ് ഇന്നാളത്തെ പ്രാവശ്യം VPSന് ചേരാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഭയങ്കര വലിയൊരു ഉറപ്പോടുകൂടിയാണ് ഞാൻ ഈ VPSന് ചേർന്നത്. ഇത് ഞാൻ ചെയ്തെടുക്കൂ എന്നുള്ളൊരു ഉറപ്പോടു കൂടിയാണ് ഞാനിത് ചെയ്തെടുത്തത്. എന്തായാലും എനിക്ക് 3rd പൊസിഷൻ കിട്ടിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡെബീക. ഇത് എൻ്റെ അനിയത്തി ഡെബി. ഹായ് ഫ്രണ്ട്സ്. ഞങ്ങൾ പോപ്പിൻസ് ഹൗസിലെ ഗ്രീൻ പീസ് കൂട്ടുകാരാണ്. ഞങ്ങൾക്ക് ഗ്രീൻ പീസ് ഞങ്ങളുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻ ജിത്തിൻ അച്ചാച്ചനായിരുന്നു. ഇപ്പോൾ കെസിയ ചേച്ചിയാണ്. ഞങ്ങൾക്ക് ഗ്രീൻ പീസ് ഗ്രൂപ്പിലെ ഗോൾഡൻ സ്റ്റാർസ് ആകാൻ സാധിച്ച ദൈവത്തിന് ഞങ്ങൾ വലിയ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്കതിന് മുഴുവൻ പിന്തുണയും നൽകിയ ഞങ്ങളുടെ പേരൻസിനും താങ്ക്സ് പറയുന്നു. ഞങ്ങൾക്ക് ഇതിന് ഗോൾഡൻ സ്റ്റാർസ് ആകാൻ കാരണം സമയത്ത് പോപ്പിൻസ് VPSൻ്റെ ഗെയിമുകളിലും രാവിലെയും വൈകുന്നേരവും പ്രവേശിച്ചു. ഞങ്ങൾ ബൈബിളിലെ മോർണിംഗ് ടാസ്കുകൾ പോയിന്റ് ചെയ്ത് വെക്കുകയും ടോണിയും ബിഗ് ബോസ് അങ്കിൾ തരുന്ന ടാസ്കുകളും ടോണിയുടെ വാക്യങ്ങളുമൊക്കെ ഞങ്ങൾ പോയിന്റ് ചെയ്ത് കൃത്യസമയത്തിന് അയക്കുമായിരുന്നു. ഞങ്ങൾ ഈവനിങ്ങിലുള്ള ഗെയിമിന് വേണ്ടിയുള്ള വേദഭാഗം ഞങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഈ VPS കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടായി. ഞങ്ങൾ കൃത്യനിഷ്ഠ പാലിച്ചു. ഞങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ ഗെയിമിൽ പ്രവേശിക്കുവാനും മറ്റ് ടാസ്കുകളിലൊക്കെ കയറാനും സാധിച്ചു. ഈ VPS ഇല്ല എന്ന വിഷമം ഞങ്ങൾക്ക് ഈ പോപ്പിൻസ് VPSലൂടെ മാറിത്തന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ ബോറടി ഒന്നുമില്ല. താങ്ക് യു. ആദ്യം തന്നെ ഞങ്ങൾ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പിന്നെ വിദോഷങ്കളിനും ഫാമിലിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലെ ഒരു VPS ഞങ്ങൾക്കൊരു അവസരം തന്നു. ഇതുപോലെ VPS പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന വിദോഷങ്കളിലും ഫാമിലിക്കും ഞങ്ങൾ ഏറെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളെ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അപ്പച്ചൻ, അമ്മച്ചി, ചേച്ചിമാർ, മമ്മി, എസ്പെഷ്യലി മമ്മി, ഇവരൊക്കെയാണ് ഞങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരുന്നതും ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ പറയുന്നതും. പിന്നെ രാവിലത്തെ സെക്ഷനിൽ അങ്കിൾ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ അത് ഞങ്ങൾ പോസ് ചെയ്ത് നോട്ടിലാക്കും. അതിനൊക്കെ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ ചേച്ചിമാരാണ്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ടാസ്ക് ഒക്കെ തരും. അതൊക്കെ ഞങ്ങൾ നല്ലപോലെ ചെയ്യാൻ തന്നെ ശ്രമിക്കും. അതിനുശേഷം ഞങ്ങൾ ഗെയിം സെഷന് വേണ്ടിയുള്ള പ്രാക്ടീസൊക്കെ ചെയ്യും. ഞങ്ങളുടെ മമ്മി 5 മണിക്ക് മുമ്പേ തന്നെ ഞങ്ങളതൊക്കെ പഠിപ്പിക്കും. അതൊക്കെ ചോദിച്ചു അല്ലാതെ പറഞ്ഞു തന്ന് പഠിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഒക്കെ കഴിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ഈ VPS എൻജോയ് ചെയ്യുന്നത് നല്ല രസകരമായിട്ടാണ്, അല്ലേ റീന? അതെ ചേച്ചി, ഞങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നു. സാധാരണ VPS എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോയി 8-10 ദിവസമൊക്കെ നമ്മൾ അവിടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ ലവ് ഫീസ്റ്റ് ഉണ്ട്, റാലി ഉണ്ട്. പക്ഷേ ഈ COVID-19 സ്ഥാനത്ത് ഞങ്ങൾ ഇതുപോലൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ ഒരു ഓൺലൈൻ VPS കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ ഒരു നല്ല VPS ഞങ്ങളുടെ ജീവിതത്തിന് കിട്ടാൻ പോകുന്നുമില്ല. പിന്നെ ഈ COVID-19 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മമ്മി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടാസ്കിലൊക്കെ മമ്മിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
അല്ലേ റീന? ഞങ്ങൾ ടാസ്ക് ചെയ്യുന്ന വീഡിയോസ്, ഞങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഇതെല്ലാം ഞങ്ങളുടെ പപ്പായ്ക്ക് അയച്ചു കൊടുക്കും. പപ്പ ഞങ്ങളെ നല്ലപോലെ എൻകറേജ് ചെയ്യും. ഞങ്ങളുടെ ഫുൾ ഫാമിലി ഞങ്ങളെ നല്ലപോലെ എൻകറേജ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദോഷ് അങ്കിളിന്, അമ്മു ആൻറ്റിക്ക്, എവയ്ക്ക്, എവമോൾക്ക്, പിന്നെ ഞങ്ങളുടെ അച്ചാച്ചന്മാർ, ചേച്ചിമാർ, ഞങ്ങളുടെ ഈ പൊസിഷനിലെത്താൻ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നന്ദി. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിന് നന്ദി പറയുന്നു. ഞങ്ങളെ ഈ പൊസിഷൻ എത്താൻ സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ പേര് കെസിയ ദബോറ ജാക്സൺ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിനടുത്താണ്. ഞാൻ ഈ VBS ഒരുപാട് എൻജോയ് ചെയ്യും. കാരണം വിദോഷങ്ങൾ പഠിപ്പിച്ചു തരുന്ന പാട്ടുകളും കഥകളും വാക്യങ്ങളും ഒക്കെ നല്ല രസമാണ്. വിദോഷങ്ങൾ പഠിപ്പിച്ചു തരുന്നതിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അതിനെ ക്ലാസ് ഇതിന് ശേഷം അങ്കിൾ തരുന്ന ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് വന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവം തരുന്ന ഓരോ മിനിറ്റും നേരവും നമ്മൾ നല്ല കാര്യത്തിനായി ഉപയോഗിക്കണം എന്നാണ്. എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് ഓറഞ്ച് ലൈറ്റിനെ. എൻ്റെ ഗ്രൂപ്പിൽ ഞാനാണ് ഫസ്റ്റ് ഐക്കൺ ഓഫ് ദി വീക്കിൽ എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയ്ക്കും കോൺഫിഡൻസ് കിട്ടാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയാണ്. അവർ എപ്പോഴും ഞാൻ എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് കാരണം എനിക്ക് എല്ലാ ആക്ടിവിറ്റീസിലും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ദൈവത്തിനോടും അങ്കിളിനോടും പിന്നെ എൻ്റെ ഷിംസി മിസ്സിനോടും നന്ദി പറയുന്നു. അപ്പോൾ പിന്നെ താങ്ക് യു ടു ഓൾ ആൻഡ് ബൈ ബൈ. എൻ്റെ പേര് ഡീന. ഞങ്ങൾ ട്വിൻസ് ആണ്. സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. CSI കത്തീഡ്രൽ സെൻട്രൽ സ്കൂളിലാണ് ഞങ്ങൾ പോകുന്നത്. 3ാം ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ VBSൽ പങ്കെടുക്കാറുണ്ട്. ഈ വർഷം പോപ്പിൻസ് ഹൗസ് VBS വിദോഷങ്ങളുടെ കണ്ടപ്പോഴാണ് നമ്മൾക്ക് സന്തോഷമായത്. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് റോണിയെ ഇഷ്ടപ്പെട്ടു. എറിക്കിനെയും ആക്ഷൻ സോങ്ങിനെയും നല്ല നല്ല പാട്ടുകളെയൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഏഞ്ചൽ ക്ലാപ്പും കൊറോണ ക്ലാപ്പും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ബൈബിൾ പോർഷൻ വായിക്കുമ്പോൾ മീനിങ് അമ്മ പറഞ്ഞുതരും, അതിൻ്റെ സമ്മറിയും അമ്മ എഴുതിത്തരും. അതിൽ നിന്നാണ് ഞങ്ങൾ ഈവനിങ് സെഷനിൽ പഠിക്കുന്നത്. ക്ലാസ് 2-3 പ്രാവശ്യം നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ട് അതിൽ നിന്ന്. വിദോഷങ്ങൾ കഥ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വിദോഷങ്ങളെയും പോപ്പിൻസ് ഹൗസിനെയും. എല്ലാവർക്കും നമുക്ക് ഇഷ്ടമായി. കുറേ എൻജോയ് ചെയ്തു. ഈവനിങ് സെക്ഷനിൽ കുറച്ചും കൂടി ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്യണമേ അങ്കിൾ. നമുക്ക് കുറേ എൻജോയ് ചെയ്യാൻ സമയം കിട്ടി. ഞങ്ങൾക്ക് ഒരവസരം തരണമേ, പ്രാർത്ഥിക്കാൻ അവസരം തരണമേ. എല്ലാവർക്കും സുഖം കൊടുക്കണമേ. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, ഞാൻ ഫിൻസി ഫ്രീഡംസ് കുവൈറ്റിൽ നിന്നും. ഞാനിപ്പോൾ എൻ്റെ ഈ വീക്കിലെ പോപ്പിൻസ് ഹൗസ് ഓൺലൈൻ VBSൻ്റെ എക്സ്പീരിയൻസ്, ഈ വീക്കിലെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു വെക്കേഷനും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വെക്കേഷനിൽ എനിക്ക് കിട്ടിയത്. കുവൈറ്റിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകാൻ പറ്റത്തില്ല, പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, ഷോപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ല. സാധാരണ എല്ലാ ഫ്രൈഡേസും ചർച്ചിൽ പോകും, സൺഡേ സ്കൂളിൽ പോകും. ഒരു കൂടുതലായി ബൈബിളിനെ നമ്മൾ ഓരോ ലെസൺ വെച്ച് പഠിക്കും. ഫ്രൈഡേസിൽ ഒന്നും കൂടെ നമ്മൾ ബൈബിളിൽ ഇൻവോൾവ് ആവും. പക്ഷേ ആ ഓരോ ഫ്രൈഡേയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോപ്പിൻസിനെ കൊണ്ട് പറ്റുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ആ ഓരോ പാസേജ് വെച്ചിട്ട് മെമ്മറി വേഴ്സ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ബൈബിൾ നോളജിനെ ഇൻക്രീസ് ചെയ്യാൻ അതൊരു ഷുവർ കാര്യമാണ്. നമ്മുടെ ബൈബിൾ നോളജിനെ ഷുവറായിട്ട് അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മോർണിംഗ് സെഷൻ കഴിഞ്ഞിട്ട് ഈവനിങ് സെഷൻ വരെ ഭയങ്കര ഒരു ത്രില്ലാണ്.
നമ്മൾ ഈ മോർണിംഗ് സെഷനിൽ എന്താണോ പഠിച്ചത്, ബൈബിളിനെ കുറിച്ച് എന്താണോ പഠിച്ചത്, അത് ഈവനിങ് സെഷനിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ഈ ആൻസർ അറിയാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരും. ഓരോ ആൻസർ പറയുമ്പോൾ ഉള്ളിലൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ പോപ്പിൻസ് ഹൗസിൽ നിന്നാണ് ഏറ്റവും വാല്യുബിളായ ഒരു കാര്യം പഠിച്ചത്. ഓരോ മിനിറ്റും വളരെ പ്രോപ്പറും യൂസ്ഫുള്ളുമായി യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ പഠിച്ചത് പോപ്പിൻസ് ഹൗസിൽ നിന്ന് മാത്രമാണ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ ഓരോ മിനിറ്റും എത്രത്തോളം യൂസ്ഫുൾ ആക്കാം, എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആക്കാം, എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാം എന്ന് പഠിച്ചത് പോപ്പിൻസ് ഹൗസിൽ നിന്ന് മാത്രമാണ്. പിന്നെ ഈ ഒരു ചാൻസിനെ ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ബോണസ് ചാൻസായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് ഈ ചാൻസ് തന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിതോഷങ്ങളുടെ ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് അത് ഭയങ്കരമാണ്. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, വിതോഷങ്ങളുടെ എഫേർട്ട് ദൈവം കാണും. അതിനെപ്പോഴെങ്കിലും ദൈവം ഒരു സമ്മാനം തരുന്നതായിരിക്കും. വിതോഷങ്ങൾ മാത്രമല്ല, വിതോഷങ്ങളുടെ ഫുൾ ഫാമിലി, ആ ഒരു പോപ്പിൻസ് ഹൗസിലെ ഫുൾ ക്രൂ, പിന്നെ എസ്പെഷ്യലി ഓരോ ടീമിലെ പല നാട്ടിലായിട്ടും ഇവിടെയൊക്കെയുള്ള ഓരോ ടീമിലെ ടീം ലീഡേഴ്സിനോട് നന്ദി പറയുന്നു. അവരും ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഓരോ മാർക്ക് ലിസ്റ്റ് ഒക്കെ ഇടുന്നു. അവരോടെല്ലാം എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നു. എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി. എല്ലാം കൊണ്ടും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ പോപ്പിൻസ് ഹൗസ്. ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇനി കിട്ടുമോയെന്നും എനിക്കറിയത്തില്ല. ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരുന്നു എനിക്ക് പോപ്പിൻസ് ഹൗസ്. എന്നെ തന്നെ കുറച്ചും കൂടെ ഔട്ട്വേർഡ് ആക്കാൻ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നത്. എല്ലാവർക്കും എനിക്ക് ഈ ചാൻസ് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബൈ ഗൈസ്. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ COVID-19 കാലത്ത് എല്ലാവരും ലോക്ക്ഡൌണിലായിരിക്കുമ്പോൾ പോപ്പിൻസ് ഹൗസ് എന്ന് പറഞ്ഞ ഓൺലൈൻ VBSൽ വിവിധ രാജ്യത്തിൽ നിന്നുള്ള കൂട്ടുകാരോടൊപ്പം കുവൈറ്റിൽ നിന്ന് എനിക്ക് പങ്കെടുക്കാൻ കിട്ടിയ ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം. പോപ്പിൻസ് ഹൗസ് VBSൽ സോങ്സും ആക്ഷൻ സോങ്സും ബൈബിൾ ക്ലാസ്സസും രസകരമായ ഗെയിംസും പോപ്പിൻസ് ഹൗസ് തരുന്ന ടാസ്കുകളും ചെയ്ത് ഞാൻ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രീ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനും എന്റെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ ഇതിൽ കൂടെ പഠിച്ചു. എന്റെ ടീം റെഡ് സ്റ്റോൺസ് ആണ്. റെഡ് സ്റ്റോൺസ് കീ ജയ്. Praise the Lord. Greetings in the name of my Lord and Savior Jesus Christ. Hi friends. I'm very much happy that I am selected as the third position of Icon of Week. I am not that much clever, multi-talented and hard-working person. I believe that God chosen me for this position. Let me express my experience and feeling. The songs എൻ്റെ കൊച്ചു ജീവിതത്തിൽ യേശു ഉണ്ടല്ലോ, ഞാനൊരു ചെറുദീപം and I am happy today. These three songs exactly matching of the current situation. And the other main important things is daily devotion. This was a nice experience. I prepared the notes myself and now I know how to prepare the devotion notes. Game time is also worth for us because we read many times the book, the Bible portion to remember the situation. It was a wonderful experience to complete the morning task. We never did this before. Because of this VBS, we know what we have to do in the morning when we wake up. Finally, from the bottom of my heart, it was a wonderful experience in my life. The stories, songs, devotion, free time tasks, etc. Thanks the Almighty and Vito Shangar and family, and especially our team leader Tensi Matthew Chechi for this wonderful works. Thank you. Hi everyone, I am Haba and I am 8 years old. I am currently living in Indonesia, Batam. I was so sad when I was quarantined at home. During this corona time,
I couldn't meet my friends and teachers. So during that time, we came to know about Poppin's house. I was so excited to join in this family. Here we are able to do different homeworks and tasks and things that brings us closer to Jesus, the Savior. Like example, like we read Bible and then memorize the Bible verses, tell the stories, and then we have to memorize that story, and then helping parents and play games. So we are engaged in these activities during this hard time by doing good things as God's children. I have always wanted to change my life to do God's will, and now I have an opportunity to do so. I am so happy to have many friends from different countries. I am also sure that all my BBS friends are also enjoying as much as everyone. Thank you. ഹായ് എവ്രി വൺ, ഞാൻ ഏഞ്ചൽ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഏപ്പിൾ. ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞൊരാഴ്ച ഞങ്ങൾക്ക് പോപ്പിൻസ് ഹൗസ് BBSൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞൊരാഴ്ച ഞങ്ങൾക്ക് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. 2nd and 3rd പൊസിഷനിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളതിൽ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനൊരു ചാൻസ് തന്ന വിതോഷങ്ങളോട് ഞങ്ങൾ വളരെയേറെ നന്ദി പറയുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരേ ഒരു കൃപ തന്നെയാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ BBSലൊക്കെക്കാളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് റോണിയാണ് ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നത് ഇതിൽ ചേരാൻ വേണ്ടി. കഴിഞ്ഞ വർഷം കുവൈറ്റിലെ വിതോഷങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ റോണിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോൾ വന്നാലും റോണിനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം റോണിയുടെ കൂടെ ഒരു അവസരം കിട്ടി. റോണീനെ ഒന്നും കൂടെ കാണാനുള്ള അവസരം കിട്ടി. അതേപോലെ ഒന്നിച്ചിരുന്ന് പഠിക്കാനും അതേപോലെ ഇതിൽ പുറകെ എഫേർട്ട് എടുക്കുന്ന വിതോഷങ്ങളും ഫാമിലി പിന്നെ ടീം ലീഡേഴ്സ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അത് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഈ BBS ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും വളരെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് ടാസ്കിലൊക്കെ വളരെ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്, വേറൊന്നുമില്ല. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം എക്സ്ട്രാ ഫ്രീ ടൈം ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് കിട്ടുമെന്നൊക്കെ പറയുമ്പം ഞങ്ങളത് വെറുതെ ഇരിക്കുകയാണെങ്കിലും ഞങ്ങളത് ചെയ്യും. അപ്പം സ്കൂളിൽ ഇല്ലെന്നുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഇങ്ങനെ ചെയ്ത് അയക്കുമ്പോൾ ഇങ്ങനെ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ കൂടും. അപ്പം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. നിങ്ങൾക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാം. ഓരോ പാട്ടുകൾ പഠിക്കാം, പുതിയ പാട്ടുകൾ, ആക്ഷൻസ് എല്ലാം പഠിക്കാം. നിങ്ങൾക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. ബൈ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. നിങ്ങളത് ചെയ്യണം. വളരെ എൻജോയബിൾ വളരെ സൂപ്പറായിട്ടുള്ളൊരു BBS ആണ് ഈ ഓൺലൈനിൽ കൂടെ. നമുക്കത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളെല്ലാവരും രജിസ്റ്റർ ചെയ്യണം. താങ്ക് യു. ബൈ.